സാമ്പാർ. പോയി. നിനക്ക് ഇനി എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഒരു ഓംപ്ലേറ്റ് അടിയുടെ. ഇനി അങ്ങ് ചെല്ലില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ മാൾ അവൻ എവിടെ പോയി? അവരെ നാട്ടുകാർ എറിഞ്ഞു ഒന്ന് കാണുമെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ തിരക്കില്ലായിരുന്നു. നമ്മൾ ഇന്ന് ആരെയാ കണിയണ്ട? ഞാൻ നിന്നെ തമാശ ഉള്ളടി. നമ്മൾ ആരെയാ കണിയണ്ട്? ആ പെണ്ണിനെ. തുറന്നുള്ള സംഭവവികാസങ്ങൾ അറിയാവല്ലോ. അയ്യോ, എന്താ അത്? 69 രൂപ 80 പൈസ. എവിടുന്ന്? അയ്യോ, നമുക്ക് കൈ കഴുകാനെന്നും പറഞ്ഞ് ഇവിടുന്ന് വലിയ കാശ് തരാതെ പോകാമെന്ന് കരുതിയല്ലേ? എന്നെ വെട്ടിച്ചങ്ങനെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. നീ അകത്തോട്ട് കേറ്. നമ്മള് തടവിലായിട്ട് ഇന്നേക്ക് എത്ര ദിവസമായെന്നറിയാമോ? മഹത്തായ 3-ാം ദിവസമായി സഹോദരൻ. എന്നാണ് നമ്മുടെ മോചനമെന്നറിയാമോ? നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് മുതലാളി പറഞ്ഞത്. മുതലാളിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ നമുക്കും അനുഗ്രഹിക്കാം. ആമേൻ. ആട്ടെ. ഉപ്പില്ല. ആ ഉപ്പെടുത്തിറോ. അയ്യോ, അതാ ഒരു പൈങ്കിളി. എവിടെ? ഒരു പൈങ്കിളി കാരണം നമ്മള് ഇതിന്റെ അകത്ത്. ഇനി പൈങ്കിളിയല്ല തേങ്കിളി ആയാലും ഞാനില്ല മോനെ. എടാ, ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി ഇവിടെ ഒരു 3 ആഴ്ച കൂടി പണി ചെയ്ത എന്താ ഇത്ര നഷ്ടം? ഒരു നഷ്ടമില്ല. നീ പണി ചെയ്തു. അയ്യോ, ഇവിടെ നോക്കടാ. ഇതൊരു ഹോട്ടലാ. ഇവിടെ കയറി വന്ന് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ പെണ്ണ് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. എന്തത്ര സംശയം? അല്ല, ഇത് നമ്മുടെ മുതലാളിയുടെ ആരെങ്കിലും ആയിരിക്കും? അയ്യോ, നോക്ക് എത്ര രൂപ വേണം? ഒരു 300 രൂപ വേണം. താങ്ക് യു ഡാഡി. ജാജിയോ? അപ്പൊ മുതലാളി തന്തപ്പൊടി തന്നെ. മുതലാളിയുടെ മോളാണെങ്കിലും പൈങ്കിളി തന്നെ. എന്റെ ദൈവമേ, മുതലാളി ഞങ്ങളെ എളുപ്പം പറഞ്ഞു വിടാതിരുന്നോ മതിയായിരുന്നു. നിന്റെ കഴിനാക്കൊണ്ടൊന്നും പറയില്ല, ദ്രോഹി. നീ എന്റെ ഹൃദയം കവർന്നു കളഞ്ഞല്ലോടി പൈങ്കിളി. പപ്പൂനെ കണ്ടോ? പപ്പൂനെ അച്ഛനെ ജഗതിയെ കണ്ടോ? ഒന്നുമില്ല. എന്റെ അമ്മയെ മടി. വന്ന അന്ന് പോലും തുടങ്ങിയതായി തൂപ്പും തുടപ്പും അരിയാട്ടും. ഇന്ന് അവധിയല്ലേ, നമുക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി എന്തെങ്കിലും കളി കളിക്കാം. ക്രിക്കറ്റ് കളിക്കാം. എന്തോടെ? ഹോട്ടലിനകത്താണോടെ ക്രിക്കറ്റ് കളിക്കുന്നേ? എന്നാ വേറെ കളി കളിക്കാം. മുട്ടക്കളി കളിക്കാം. അതെന്ത് കളി? ഇത് മുട്ട. ഞാൻ ഇട്ട നീ പിടിക്കണം. എന്നിട്ട് നീ ഇട്ട ഞാൻ പിടിക്കണം. ഇതാരുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നോ അവൻ 10 രൂപ കൊടുക്കണം. നെല്ല് പോ. പൊട്ടിയില്ല. ആ മുട്ട പിടി. പൊട്ടിയില്ല. ആ മുട്ട തിരിച്ചടി. ഇത് നോക്കിയാ പിടിച്ചോ. മുട്ട വഴി വെച്ച് വന്നതാണ് മുതലാളി.
കടിഞ്ഞായ ആണല്ലോ. സാമ്പാർ കഴിക്കൂ. ഹലോ, ഒരു ഇഡലി. അയ്യോ എന്റെ അയ്യോ ജഗതിയല്ലേ ഇത്? അയ്യോ എന്റെ ദൈവമേ. മോളെ അല്ല മാളെ, എന്റെ ജഗതി, എന്റെ മാളെ. അയ്യോ ഇത്ര നാളും നീ എങ്ങു പോയി? നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോടാ? അയ്യോ എന്റെ ജഗതി അമ്മേ. നീ എന്തിനാടാ കരയുന്നേ? പപ്പുവിന്റെ കാര്യം ഓർത്തിട്ടാ. അവനെ തല്ലിക്കൊന്ന് കളഞ്ഞല്ലേടാ. അവൻ ഇപ്പൊ ഇവിടുത്തെ ചീപ്പ് കുക്കാ. ആണാ? ഞാൻ ചീപ്പ് സപ്ലയർ. നിനക്ക് പപ്പുവിനെ കാണണമെന്നുണ്ടോ? പിന്നെ കാണണ്ടേ? ബാ, ഞാൻ കാണിച്ചു തരാം. അല്ല, 2 ജീപ്പുകളെ കണ്ടിട്ട് എത്ര കാലമായി? സാമ്പാർ ഇനിയും എല്ലാം വേണോ? ഇതെന്താ റാസ്കൽ, മുഴുവൻ ഉപ്പാണല്ലോ. 1.5 ഉണക്കത്തോയാൽ ഉപ്പല്ല സ്വർണ്ണപ്പൊടി ഇട്ട് തരാൻ പറ്റുമോ? തർക്കുത്തരം പറയരുത്. കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇങ്ങനെയുള്ളവന്മാരോട് മര്യാദ. മുതലാളി 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 മുതലാളി, ഇവനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റു. ഇതാ ഇവിടെ നടന്നത്. അയ്യോ നീ ഭയങ്കര പുളി. നല്ല ടേസ്റ്റ്. അവര് എക്സ്പ്രഷൻ നോക്ക്. ഈ ശീലം അങ്ങോട്ട് പിടിച്ച്, ശീലം അങ്ങോട്ട് പിടിച്ച്. അയാള് വടി ദേവി കാത്തു രക്ഷിക്കും. എണീറ്റ്. പതുക്കെ പതുക്കെ, അങ്ങനെ തന്നെ. എണീറ്റ് എണീറ്റ്. അയ്യോ, പതുക്കെ. ഒന്നുമില്ല, പതുക്കെ എണീറ്റ്. ഒരു കുഴപ്പമില്ല ഇപ്പൊ. തൽക്കാലം ഇതിരിക്കട്ടെ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പരിപാടി കൊള്ളാമല്ലോ. ദേവി അമ്മേ, അറിയാതെ ഞാൻ ഈ ശൂലം ഇവിടെ നിന്ന് എടുത്തുപോയി. എന്നോട് ക്ഷമിക്കണേ. കാലുമാറ്റേ. കാലുമാറ്റം നിനക്കാ. നോക്കടാ, അങ്ങേരുടെ ഒരു ഭാഗ്യം. മനുഷ്യനായി ജനിച്ചത് എങ്ങനെ ജനിക്കും? നമ്മൾ ഇത്രയും നേരം ഇവിടെ ചൊറിയൂത്തി ഇരുന്നിട്ടും എങ്ങാണ്ട് നിന്ന് വന്ന ഒരു തോൽപ്പാണ്ഡ്യനല്ലേ കാശ് കിട്ടാൻ വിധി. നമുക്കെല്ലാവർക്കും കുണ്ടകശനിയാ. ആ അല്ല, കണ്ടകശനി. നിന്റെ നാളെന്താ? കരിമ്പൂരാടം. കരിമ്പൂരാണ്. അല്ല, അത്ര കരിയില്ല, ഒരു ലൈറ്റ് കരി. നിന്റെ നാളെന്താ? കുപ്പി. കുപ്പിയോ? ഭരണി. ആഹാ. അത്ര വലിയ ഭരണിയല്ല, ഒരു ലൈറ്റ് ഭരണി. ദാസ്, നരേന്ദ്രൻ ഹിയർ. നമ്മുടെ പതിവ് സ്ഥലത്തേക്ക് ഒരു പെട്ടി സാധനം ഉടനെ എത്തിക്കണം. നമ്മുടെ അറബിക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു 1/2 മണിക്കൂറിനകം അതിൽ നിന്ന് കിട്ടിയിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ പാർട്ടി എനിക്ക് പിടികിട്ടില്ലല്ലോ. അതിലൊരാളെ എനിക്കറിയാം, ആ പെൺകുട്ടിയെ. നമ്മുടെ പൈങ്കിളിയാ. രക്ഷിക്കണേ ദേവി. എടുത്തോ എടുത്തോ. പോട്ടെ പോട്ടെ പോട്ടെ. ആ ഒക്കത്തിരിക്കുന്നത് എന്ത് സാധനമാ? അത് വെട്ടുകിളി. വെട്ടുകിളിയല്ല, ഭരണിയാ. ആ, ഞാൻ പിന്നെ ഭരണിയായിരിക്കും. ഏതായാലും ഞാൻ പോയി ആ, അന്വേഷിച്ചു. ശരിയല്ലേ, വേണ്ടില്ലേ? ക്ഷമിക്കണം, ദാസ്മലാലിന്റെ മകളല്ലേ? അതെ. ഹലോ, ഹായ്. മുതലാളിക്ക് സുഖമാണോ? ആ, അല്ല നിങ്ങൾ? ഞാൻ ഹോട്ടലിൽ. ഓ, ഹോട്ടലിൽ അതെ, താമസിക്കുന്നല്ലേ? ഞാനും എന്റെ കൂട്ടുകാരും അവിടെ കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ് മെഷീൻ. അയ്യോ, Excuse me for the trouble. ₹10 പന്തയം വെച്ച് കാശില്ലാതെ ഹോട്ടലിൽ കയറി കാപ്പുടിച്ച കേസിലെ പ്രതിയല്ലേ നിങ്ങൾ? എവരൊക്കെ ആരാ? ഓ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ പുരുഷൻ. സ്ത്രീയാണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, പേര് വിട്ടൂർ പുരുഷൻ. ഇതെന്റെ ഇളയച്ചൻ, പേര് പ്രഭാകരൻ. ഹലോ. അയ്യോ
എന്ത് പറ്റി എന്ത് പറ്റി? ഒന്നുമില്ല, കൈയുടെ അസ്ഥി പൊട്ടിയൊന്നൊരു സംശയം. ഒന്ന് നോക്ക്. നോക്കട്ടെ. ഒടിഞ്ഞിട്ടില്ലേ? ഒരു കുഴപ്പം. എന്നൊന്ന് ഓടിക്കടേ. കൂടെ മറന്നു. ഇയാള് വിറയ്ക്കുന്നുണ്ടോ? ഇല്ല. വിറയ്ക്കുന്നുണ്ട്. ഇല്ല ഇല്ല. വിറയ്ക്കുന്നുണ്ട്. ഇല്ല. വിറയ്ക്കുന്നുണ്ട്. ഇല്ല. വിറയ്ക്കുന്നു. കൊച്ചു അയ്യോ, എന്നാലും അയാള് കാശ് തരാതെ ഓടിക്കളഞ്ഞല്ലോ. അതിന് അയാള് കുന്തം പിടിച്ചില്ലല്ലോ. പെട്ടി. പട്ടി. പട്ടിയല്ല, പെട്ടി. ഞങ്ങൾ ഞെട്ടി. എനിക്ക് കിട്ടി. എന്നാ അയ്യോ, അയ്യോ അയ്യോ, എനിക്കിനി ഓടാൻ വയ്യ. അയ്യോ, ഞാൻ ഇവിടെ ഇരിക്കുക. എനിക്ക് ഇരിക്കാനോ വയ്യ, കടക്കാനും വയ്യ, ക്ഷീണമില്ല. എനിക്ക് വയ്യേ. മസാലദോശ പോലെ അല്ല, മസാലല്ലേ ഒറ്റക്ക് കള്ളി. എന്റെ പേരെന്തുവാടി? തള്ളി തള്ളിക്കൊണ്ടോ എനിക്ക്? നിന്റെ പേര് ആരില്ലേ? ആരിലേക്ക് തന്നെ ഞാൻ രക്ഷിച്ചോളാം കേട്ടോ. ഒന്നുമില്ല, കൈ നോക്കി. കിട്ടിയിരിക്കുമല്ലയോ? ഞാൻ ഈ മടിയിൽ ഒന്ന് കിടന്നോട്ടെ. എന്നിട്ട് ചത്തോട്ടെ. എന്റെ കാര്യം മറന്നല്ലേ? ഞാൻ പിടിക്കാം. തുറക്കടാ, തുറക്ക്. ആരെങ്കിലും കണ്ടോ? ഗുരുവായൂരപ്പാ, അങ്ങേക്ക് കൊടിമരം കെട്ടാൻ പോലും ഇത്രയും സ്വർണം കിട്ടിയിട്ടില്ലല്ലോ. എന്റെ ദൈവമേ. അയ്യോ, സോഡ. ഓടാ ഓടാ, ഇതെവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുമെന്ന് ആലോചിക്കേ. ഐഡിയ ഐഡിയ. പറ. എടാ, ഈ പപ്പു വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ലടാ. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു സ്വർണ്ണ കച്ചവടക്കാരനുണ്ട്, ചീക്കോ ചാക്കോ. ഞാനിത് അവന്റെ അടുത്ത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി ഞാൻ തന്നെ നമുക്കിത് വീതിച്ചെടുക്കാം. ഇവിടെ നോക്കട, കഴുതേ സംസാരിക്കാനുള്ള സമയമാണ്. എഴുന്നേൽക്കും. പോട്ടെ മോളെ, സമയം. യെസ്. എന്ത്? നമ്മുടെ സ്വർണ്ണപ്പെട്ടി 3 പേർ ചേർന്ന് കൊള്ളയടിച്ചെന്നോ? നാണം കെട്ട റാസ്കൽസ്. ഈ സ്മഗ്ലർ നരേന്ദ്രനെ വെട്ടിക്കാൻ ഇവിടെ വേറൊരു ഗംഗോ? ആ 3 പേരെ 1/2 മണിക്കൂറിൽ കൂടെ എത്തിക്കണം. ഓക്കെ?